എന്നാലും എൻ്റെ ഒരു അഭിപ്രായം ആ നോവലിലുള്ളത് അത്ര ഇല്ലെങ്കിലും അത്ര ഇടാൻ പറ്റില്ലല്ലോ സിനിമയിൽ. പാച്ച് ലിപ്ഡ് ഇൻ ഡെസേർട്ടിൽ നല്ല ഷൂട്ട് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ ഒരിക്കൽ ട്രൈ ചെയ്യാം. അത്ര തന്നെ അവാർഡ് കിട്ടുമെന്ന് വിചാരിക്കുന്നു പൃഥ്വിരാജിനെ. വായിച്ചിട്ടുണ്ട്. ഞാൻ നോവൽ വായിച്ചതുകൊണ്ടാണ് പടം കാണാൻ വന്നത്. പക്ഷേ ഇത്രയും പ്രതീക്ഷിച്ചില്ല. സൂപ്പർ പടം, ഒരു രക്ഷയില്ല. അത് മേക്കിംഗ് കൊള്ളാം, എല്ലാം കൊണ്ടും പൃഥ്വിരാജ് നന്നായി അഭിനയിച്ചിട്ട് കൊള്ളാം, ഇഷ്ടം. അടിപൊളി സിനിമയായിരുന്നു. വിഷ്വൽസൊക്കെ അടിപൊളിയായിരുന്നു. ഫ്രെയിമും കിടിലായിരുന്നു. മ്യൂസിക് AR റഹ്മാൻ്റെ അടിപൊളി. ബ്ലസ്സി നന്നായിട്ട് എടുത്തിട്ടുണ്ട്. കണ്ടു. കുഴപ്പമൊന്നുമില്ല. എന്നാലും എൻ്റെ ഒരു അഭിപ്രായം ആ നോവലിനോളം എത്തിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ നോവൽ നേരത്തെ വായിച്ചതാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. നോവൽ ഞാൻ വായിച്ചിട്ടില്ല, ഞങ്ങളുടെ അച്ഛനൊക്കെ വായിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കിഷ്ടപ്പെട്ടു. കൊള്ളാം, നല്ല സിനിമ, ഇഷ്ടപ്പെട്ടു. ഒന്നുമില്ല, കരഞ്ഞിട്ട് വെളിയിറങ്ങും. കൊള്ളായിരുന്നു. ഫക്കീം ബേബി ഒരു രക്ഷയില്ല, ഒന്നും പറയില്ല, അടിപൊളി. കൊള്ളാം, നല്ല സിനിമ, കുഴപ്പമില്ല. നോവൽ വായിച്ചിട്ടുണ്ട്. പക്ഷെ നോവലിലുള്ളത് അത്ര ഇല്ലെങ്കിലും അത്ര ഇടാൻ പറ്റില്ലല്ലോ സിനിമയിൽ. നല്ല സിനിമ, നല്ല ഇഷ്ടപ്പെട്ടു. നല്ല വെരി നൈസ്, സൂപ്പർ. ഹിസ് ആക്ടിങ് വാസ് സൂപ്പർ. നല്ല ആക്ടിങ് ആയിരുന്നു. നോ ഷീ ഹാസ് റെഡ് ദ നോവൽ. സൂപ്പർ ആക്ടിങ്. ആ പാച്ച് ലിപ്ഡ് ഇൻ ഡെസേർട്ടിൽ നല്ല ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഒന്നും പറയാം. പൃഥ്വിരാജിന് നാഷണൽ അവാർഡ് കിട്ടേണ്ടതാണ്. കൊള്ളാം, നല്ല വായിച്ചിട്ടുണ്ട്. കൊള്ളാം, എല്ലാം കൊള്ളാം. ഒന്നും പൊറ്റായിട്ട് പറയാനൊന്നും. കൊള്ളാം, നല്ല മൂവി, അടിപൊളി. കൊള്ളാം, കുഴപ്പമില്ല, കാണാം. കൊള്ളാം. വായിച്ചിട്ടുണ്ട്. സ്റ്റോറിനേക്കാളും സ്ക്രീനിൽ കാണുമ്പോഴാണ് കുറച്ചുകൂടെ ഉണ്ട്. ഓഫ് കോഴ്സ് കൊള്ളാം, നല്ല അടിപൊളി സിനിമ, സൂപ്പറായിരുന്നു. ആടുജീവിതമാണ് കാണാൻ പോയത്. അടിപൊളിയായിരുന്നു. ഭയങ്കര റിയലിസ്റ്റിക് ഫിലിമായിരുന്നു. നോവൽ ഇതുവരെ വായിച്ചിട്ടില്ല, ആദ്യമായിട്ട് സിനിമയ്ക്ക് തന്നെയാണ് പറഞ്ഞത്. വായിക്കണം. വേണമെങ്കിൽ ഒരിക്കൽ ട്രൈ ചെയ്യാം. അത്ര തന്നെ. പൃഥ്വിരാജ് അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. നൈസ് മൂവി. നല്ലതായിരുന്നു, നല്ല ഫിലിമായിരുന്നു. ഇല്ല അല്ല, അങ്ങനല്ല, എല്ലാം ഓവറോൾ നല്ലതായിരുന്നു. ഒന്നും സീറോ എക്സ്പെക്റ്റേഷനിലാണ് വന്ന് അടിപൊളി പടമായിരുന്നു. പൃഥ്വിരാജിൻ്റെ ആക്ടിങ്, പിന്നെ കുറേ കാര്യങ്ങളിങ്ങനെ ഓർമ്മ വന്നു. ലൈക്ക് അച്ഛൻ്റെ കഷ്ടപ്പാടും കാര്യങ്ങൾ, അങ്ങനെ നല്ല മൂവി. അടിപൊളി പടം. പൃഥ്വിരാജ് ഭയങ്കര ലൈവായിട്ട് ചെയ്തിട്ടുണ്ട്. അവാർഡ് കിട്ടുമെന്ന് വിചാരിക്കുന്നു പൃഥ്വിരാജിനെ. നല്ല നോവൽ വായിച്ചിട്ടുണ്ട്. ഞാൻ ചെറുതിലെ വായിച്ച ഒരു +1 സമയത്ത്. പക്ഷെ അതിൽ നിന്നും ഇത്തിരി ഡിഫറെൻ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. നന്നായിട്ടുണ്ടായിരുന്നു. ദിലീപിനൊരു നല്ലൊരു ചേഞ്ചാണ് അതങ്ങനെ പൃഥ്വിരാജിൻ്റെ. പിന്നെ സെക്കൻഡ് ഹാഫ് സൂപ്പർ. പൃഥ്വിരാജ് ഭയങ്കരമായിട്ട് ചെയ്തിട്ടുണ്ട്. വായിച്ചിട്ടുണ്ട്. ഞാൻ നോവൽ വായിച്ചതുകൊണ്ടാണ് പടം കാണാൻ വന്നത്. പക്ഷേ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അവസാനം ശ്വാസോട്ടൊക്കെ നിൽക്കും, അങ്ങനെ ഇരുന്ന് പോകും. നന്നായിട്ട് രാജുവേട്ടൻ്റെ മേക്ക് ഓവർ അത് ഭയങ്കരമാണ്. ആ പുള്ളി ഷർട്ടൊക്കെ അഴിക്കുമ്പോഴുള്ള സീക്വൻസ് നമുക്ക് പോലും അഫോർഡ് ചെയ്യാൻ പറ്റാത്തൊരു സീക്വൻസാണ്. അതെ തീർച്ചയായിട്ടും വെൽ ഡൺ.